ആമുഖ വചന സന്ദേശം നമ്മൾ ശ്രവിക്കുകയാണ്. വചനവേദിയിൽ ബ്രദർ സിബി തോമസ്, നമുക്കറിയാം ഷാലോം TV-യുടെ സീനിയർ മാനേജറും ഷാലോം മിനിസ്ട്രിയുടെ സീനിയർ ലീഡേഴ്സിൽ ഒരാളുമായ ബ്രദർ സിബി തോമസിനെ നമുക്ക് ഈ സമയം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാം. അദ്ദേഹത്തിലൂടെ കർത്താവ് തരുന്ന വചനം, അനുഗ്രഹ സന്ദേശം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, പുഞ്ചിരിയോടെ പറയാം ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എല്ലാം കാണുന്ന ദൈവമാണ്. കർത്താവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കർത്താവ് കാണുന്നു. നമ്മുടെ ചിന്തകൾ കർത്താവ് കാണുന്നു. നമ്മുടെ മനോഭാവങ്ങൾ കർത്താവ് കാണുന്നു. ദുഃഖവും പീഡയും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലെ സകല അവസ്ഥകളും കർത്താവ് കാണുന്നു. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശത്തെക്കുറിച്ച്. സൂര്യൻ്റെ പ്രകാശം എത്രമാത്രം ശക്തമാണെന്ന് നമുക്കറിയാം. വചനം പറയുന്നു, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പ്രകാശമാണ് കർത്താവിൻ്റെ കണ്ണുകൾ. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങൾ നിരീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചെയ്തികളും കർത്താവിനറിയാം. നമ്മുടെ വഴികൾ കർത്താവിനറിയാം. നമ്മുടെ മനോഭാവങ്ങൾ കർത്താവിനറിയാം. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നിഗൂഢ മേഖലകൾ കർത്താവിനറിയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനയും നമ്മുടെ ദുഃഖവും നമ്മുടെ നൊമ്പരവും നമ്മുടെ അലച്ചിലും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ഒറ്റപ്പെടലുകളെല്ലാം കർത്താവ് കാണുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 139-ാം സങ്കീർത്തനം 139 ഇങ്ങനെ പറയുകയാണ്: എല്ലാം കാണുന്ന ദൈവം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: എല്ലാം കാണുന്ന ദൈവം. കർത്താവെ, അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ നിൽക്കുന്നതും ഇരിക്കുന്നതും അവിടുന്ന് കാണുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അവിടുന്ന് അത് കാണുന്നു. ഞാൻ ആകാശത്തിൽ പോയാൽ അവിടെയും അങ്ങയുടെ കണ്ണുകളുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും അങ്ങുണ്ട്. ഞാൻ സമുദ്രത്തിൻ്റെ അതിർത്തിയിലേക്ക് പോയാൽ കർത്താവെ അങ്ങ് അവിടെയും ഉണ്ടല്ലോ. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം മൂടി ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവെ അങ്ങേക്ക് ഇരുട്ട് പോലും പ്രകാശം പോലെയാണല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ ഇരുട്ട് പ്രകാശം പോലെയാണ്. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഇതാണ് കർത്താവിൻ്റെ കണ്ണുകളുടെ പ്രത്യേകത. രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ കണ്ണുകൾ നമ്മെ കാണുന്നു. നാം ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും കർത്താവ് കാണുന്നു. ഒരു ചിന്ത എൻ്റെ മനസ്സിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് മനസ്സിലാക്കുന്നു. ഞാൻ ആകാശത്തിൽ പോയാൽ, പാതാളത്തിൽ പോയാൽ, സമുദ്രത്തിൽ പോയാൽ അവിടെയും കർത്താവിൻ്റെ കണ്ണുകൾ എൻ്റെ പിന്നാലെയുണ്ട്. ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ ഇരുട്ട് പ്രകാശം പോലെയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്: ഉച്ചവെയിലത്ത് കർത്താവായ യേശുക്രിസ്തു ഒരാത്മാവിനെ തേടി കിണറ്റുകരയിൽ ഇരിക്കുകയാണ്. അവിടെ സമരിയക്കാരി സ്ത്രീ കടന്നു വരുന്നു. അവരോട് യേശു സംസാരിക്കുന്നു. ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം വീണ്ടും ദാഹിക്കും.
പക്ഷേ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, കർത്താവേ, എങ്കിൽ ആ ജലം എനിക്ക് തരിക, വീണ്ടും വെള്ളം കോരാൻ വരണ്ടാണല്ലോ. ഈശോ പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. അവൾ പറഞ്ഞു, കർത്താവ്, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? അല്ല, ആരും പറഞ്ഞു കൊടുത്തതല്ല. അവളുടെ സർവ്വ ചെയ്തികളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവളുടെ ജീവിതത്തിലെ സകല പ്രവൃത്തികളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. 5 ഭർത്താക്കന്മാരുള്ളവൾ, അവരെ ഉപേക്ഷിച്ചവൾ, മറ്റൊരുവരുമായി വസിക്കുന്നവൾ, എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറ്റൊരു രസകരമായ സംഭവം കാണുകയാണ്. യേശു ഫിലിപ്പോസിനെ തൻ്റെ ഗണത്തിലേക്ക് തിരഞ്ഞെടുത്തു. ഫിലിപ്പോസ് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വഴിയിൽ കണ്ട മറ്റൊരു ചെറുപ്പക്കാരനെയും കൂട്ടി, നഥാനിയേൽ എന്നു പേരുള്ള ചെറുപ്പക്കാരൻ. ഫിലിപ്പോസിനോടൊപ്പം നഥാനിയേൽ കടന്നു വരുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. കർത്താവ് ഹൃദയം കാണുന്നവനാ, എല്ലാ ചെയ്തികളും കാണുന്നവനാ. നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞു, കർത്താ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ലോകത്തിൽ മറ്റാരും നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഹൃദയം കാണുന്ന കർത്താവ് പറയുക. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, അങ്ങ് എന്നെ എങ്ങനെ അറിയും? കാരണം എന്താ, അവർ തമ്മിൽ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. യേശു ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് ചൂട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് പരിശുദ്ധൻ. ഈ വാക്ക് കേട്ടപ്പോൾ നഥാനിയേൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. അവൻ പറഞ്ഞു, നീ ദൈവപുത്രനാ. കാരണം എന്താ, ആ അത്തിമരത്തിന് ചുവട്ടിലിരുന്ന സംഭവം മറ്റാരും കാണുന്ന സംഭവങ്ങളല്ല. അവൻ അത്തിമരത്തിന് ചുവട്ടിലിരുന്ന സംഭവം ലോകത്തിൽ ഒരുപക്ഷെ മറ്റാരും കണ്ടിട്ടില്ലായിരിക്കാം. അവൻ എന്തിനാ അത്തിമരത്തിന് ചുവട്ടിലിരുന്നത്? ഒരുപക്ഷെ അത്തിമരത്തിന് ചുവട്ടിൽ അവൻ പോയിരുന്നത് തകർന്ന് തരിപ്പടമായ ഒരു ഹൃദയവുമായിട്ടായിരിക്കാം, ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയായിട്ടായിരിക്കാം, ദുഃഖപീഡകളമായിട്ടായിരിക്കാം, തകർച്ച കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ ആ അത്തിമരത്തിന് ചുവട്ടിലിരുന്നത്. ആ സംഭവം അവന് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പാടെ അവൻ വിളിച്ചു പറയുന്നത്, നീ ദൈവപുത്രനാണെന്ന്. എപ്പോൾ, എവിടെയൊന്നും ചോദിക്കുന്നില്ല. അത്തിമരത്തിന് ചുവട്ടിൽ നഥാനിയേലിരുന്ന സംഭവം യേശു കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവന് വിശ്വാസമായി. ഒരുപക്ഷെ അത്തിമരത്തിന് ചുവട്ടിലിരുന്ന് അവൻ പ്രാർത്ഥിക്കുകയായിരിക്കാം, ഒരുപക്ഷെ മറ്റൊന്നും ചെയ്യുകയായിരിക്കാം. ആ പ്രവൃത്തി കർത്താവ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ്, അങ്ങ് ദൈവപുത്രനാ, അങ്ങ് പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തിമരത്തിന് ചുവട്ടിൽ ഇരിക്കുന്നത് മറ്റാരും കണ്ടില്ല, പക്ഷേ കർത്താവ് കണ്ടു. ഇതേപോലെ പ്രിയമുള്ളവരെ, ഇതേപോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ വലിയ വിശ്വാസത്തിൽ നയിക്കേണ്ടത്. ഈ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന നഥാനിയേലിനെ കർത്താവ് കണ്ടതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്തോട് ചേർന്ന് വലിയൊരു കശുമാവുണ്ട്, ഒരു മരം, കശുമാവ് മരം. ഇത്തിരി പ്രായമുള്ള ഒരു വയസ്സൻ കശുമാവാണ്. വലിയ കായ്ഫലമൊന്നുമില്ല അതിൽ. ഈ കശുമാവ് ഞങ്ങളുടെ നാട്ടിൽ കശുമാവിനെ ആശ്രയിച്ച്, കശുവണ്ടി കൃഷി ആശ്രയിക്കുന്ന ആൾക്കാരല്ല. അവിടെ കാര്യമായ ഒരു വരുമാന മാർഗ്ഗമല്ലത്. പക്ഷേ ഈ കശുമാവ് അവിടെ നിൽക്കുകയാണ്, വലിയൊരു മരമാണ്. വീട്ടിൽ വരുന്ന പലരും എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു മരം ഇവിടെ നിർത്തിയേക്കുന്നത്? അപ്പോൾ ഞാനിങ്ങനെ പറയും, അതിൽ ഞാനൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്, ഇതിൽ ഊഞ്ഞാലുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഊഞ്ഞാലുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയാണ് എന്നൊക്കെ ഒരു എക്സ്ക്യൂസ് പറയും. പക്ഷേ സംഭവം അതൊന്നുമല്ല, മറ്റൊരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മരമാണ് അത്, മറ്റൊരു ഓർമ്മയ്ക്ക് വേണ്ടി. ആ സംഭവം ഇപ്രകാരമാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-24 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ യുവത്വത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു കർഷക കുടുംബത്തിൽ അംഗമാണ്. ഒരു ഇടത്തരം കർഷക കുടുംബം, 5 മക്കളുള്ള വീടാണ്. വലിയ സാമ്പത്തിക അഭിവൃദ്ധിയൊന്നുമില്ല, സാധാരണക്കാരുടെ കുടുംബം. ഞാൻ കോളേജ് പഠിക്കുകയാണ്. കോളേജിൽ പോകാൻ വീട്ടിൽ നിന്ന് പൈസ തരും, പോകാനും വരാനൊക്കെയുള്ള പൈസ. ആ നാളുകളിലാണ് ഞാൻ ധ്യാനം കൂടിയത്. ധ്യാനം കൂടി ഈശോയെ കണ്ടപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രയോറിറ്റിയൊക്കെ കുറേ മാറ്റി. ഞാൻ പിന്നെ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, സെമിനാറുകൾ സംഘടിപ്പിക്കുക, പ്രാർത്ഥന ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുക, എന്നും തിരക്കിട്ട യാത്രകളാണ്. പക്ഷെ ഇതിനെ വീട്ടിൽ നിന്ന് വലിയ താല്പര്യമൊന്നുമില്ല, വീട്ടിൽ നിന്ന് അതിന് സഹായം തരാറുമില്ല. അപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കശുമാവ് ആ കാലഘട്ടങ്ങളിൽ സീസണിൽ ആ കശുമാവിൽ നിന്ന് 1 കിണ്ടൽ 100 കിലോ 1 കിണ്ടൽ കശുവണ്ടി വരെ കിട്ടാറുണ്ടായിരുന്നു. ഇതിൻ്റെ മേൽ മറ്റാർക്കും അധികാരമില്ല.
അത് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് നൽകിയിരിക്കുന്നതാണ്. അതിനകത്ത് കശുവണ്ടി ഞാൻ പെറുക്കും, ഞാൻ വിൽക്കും, ആവശ്യമുള്ള പൈസ കിട്ടും. ഒരു വർഷം ഒരു സീസണിൽ ആ കശുമാവ് തളർത്തില്ല, പൂത്തില്ല, ഒരു കശുവണ്ടി പോലും അതേ കായ്ച്ചില്ല. എനിക്ക് വലിയ വിഷമമായി. ഒരു സായാഹ്നത്തിൽ ഞാൻ ആ കശുമാവിൻ്റെ ചുവട്ടിൽ നിന്ന് വളരെ വേദനയോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഏക വരുമാനമാർഗമായിരുന്നത് ഇത് പൂത്തില്ലല്ലോ, കായ്ച്ചില്ലല്ലോ. വേദനയോട് പറയും, കർത്താവേ, ഇതെൻ്റെ ഏക വരുമാനമാർഗമായിരുന്നു, ഇതൊരു പൂ പോലും ഉണ്ടായില്ലല്ലോ. വേദനയോടെ ഞാനിങ്ങനെ പറയുകയാണ്. ആരും കണ്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഏകദേശം 10-65 കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങൾ പരസ്പരം പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നു, ഒരു മെസ്സേജ് ഇങ്ങനെ പറയുകയാണ്, സിബി, വളരെ വേദനയോടെ ഒരു കശുമാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന രംഗം കർത്താവ് കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെസ്സേജ് പറയുകയാണ്, സിബി വളരെ വേദനയോടെ ഒരു കശുമാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന രംഗം യേശു കണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള വ്യക്തിയാണ്. എന്നെക്കുറിച്ചോ എൻ്റെ വീടിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം എന്താ? ആ വേദന, ആ സംഭവം എൻ്റെ കർത്താവ് കണ്ടു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ ഒരു രാജ്യമായ ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കുഗ്രാമത്തിൽ ഒരു പറമ്പിൽ ഒരു കശുമാവിൻ്റെ ചുവട്ടിൽ ഒരു സായാഹ്നത്തിൽ നിന്ന എന്നെ ആര് കണ്ടു? രാജാക്കന്മാരുടെ രാജാവ് കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ഇടവക വികാരിയച്ഛന് എന്നെ പരിചയമുണ്ടായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പറിന് പോലും എന്നെ പരിചയമുണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ്, സർവാധിപത്യമുള്ളവൻ ഞാൻ ആ കശുമാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് കാണുകയാണ്. മറ്റാരും കണ്ടിട്ടില്ല, മറ്റാർക്കും അറിയില്ല. ഈ രംഗം എൻ്റെ കർത്താവ് കണ്ടു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം ആ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചാൽ എന്താ? എൻ്റെ പ്രയോറിറ്റി അവിടെ നിന്ന് മാറുക, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, എൻ്റെ പ്രയോറിറ്റി മാറി. ആരോഗ്യം, സമയം, സാഹചര്യങ്ങൾ എൻ്റെ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഞാൻ പറഞ്ഞു വന്ന ഇതാണ് കശുമാവ് രസം. അതുകൊണ്ട് ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഇന്നും ആ കശുമാവ് മുറിക്കാതെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ നിന്ന എന്നെ കർത്താവ് കണ്ട സ്ഥലം. ഞാനിത് പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ കാണുന്നു, കർത്താവ് നിന്നെ അറിയുന്നു. നീ ലോകത്തിലെ ഏതു രാജ്യത്താണെങ്കിലും, എത്രമാത്രം വിദൂരത്താണെങ്കിലും, എത്രമാത്രം ഏകാന്തതയിലാണെങ്കിലും, എത്രമാത്രം ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിലും, എത്രമാത്രം തകർന്ന അവസ്ഥയാണെങ്കിലും, ആരും മനസ്സിലാക്കാതെയോ ആരും അംഗീകരിക്കാനോ സാധിക്കാത്ത രീതിയിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും, നിന്റെ ദൈവം നിന്നെ കാണുന്നു, നിന്റെ ദൈവം നിന്നെ അറിയുന്നു, നിന്റെ ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. മറ്റാരും കാണുന്നില്ല, മറ്റാരും മനസ്സിലാക്കുന്നില്ല, മറ്റാരും അംഗീകരിക്കുന്നില്ല. പക്ഷെ തിരിച്ചറിയുക, രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ്, അവൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. പലതരം പറയാം ഹല്ലേലൂയ, പറയാം ഹല്ലേലൂയ, പറയുന്നു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് വിദൂരങ്ങളിലുള്ള കാര്യങ്ങൾ കാണുന്നതിനെ കുറിച്ച് പറയുകയാണ്. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശത്തിന് മുമ്പ് കർത്താവ് 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മുൻപിൽ കാണുന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ വിദൂരങ്ങളിലുള്ള സംഭവം, മറ്റൊരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം കർത്താവ് കാണുക. അവിടെ ഒരു മരത്തിൽ ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിദൂരങ്ങളിലെ നമ്മുടെ അവസ്ഥകൾ കർത്താവ് കാണുന്നുണ്ട്. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ കർത്താവ് അറിയുന്നു. ഈശോയ്ക്ക് പെസഹ ഒരുക്കാൻ വേണ്ടി യേശുവിന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളവും തലയിൽ വെച്ച് ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ കടന്നു വരും. നിങ്ങൾ അവൻ്റെ പുറകെ പോവുക, അവൻ പ്രവേശിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. വീട്ടുടമസ്ഥരോട് പറയുക, കർത്താവ് പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർക്കും എനിക്കും
പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ഊട്ടുശാല കാണിച്ചു തരിക. അപ്പോൾ വലിയ സജ്ജീകൃതമായ ഒരു ഭക്ഷണശാല അവർ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങൾ അവിടെ പോയി ഭക്ഷണം ഒരുക്കുക. യേശു പറഞ്ഞതുപോലെ അവർ ചെയ്തു. എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായി അതിൽ പോയിട്ടില്ല, പോകാൻ പോകുന്ന കാര്യമാണ്, മണിക്കൂറുകൾ കഴിഞ്ഞ് പോകുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ദൈവം അറിയുന്നു. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, സർവ്വപ്രവൃത്തികളും നമ്മുടെ കർത്താവ്, സർവ്വപ്രവൃത്തികളും ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12:7, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴകളും എണ്ണപ്പെട്ടിരിക്കുന്നു. കർത്താവ് അറിയാതെ നിന്റെ തലയിൽ നിന്ന് ഒരു മുടിയിഴ പൊഴിയുകയില്ലെന്ന് കർത്താവ് പഠിപ്പിക്കുക. കർത്താവ് അറിയാതെ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കണം പോവുകയില്ലെന്ന് കർത്താവ് പഠിപ്പിക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, ഈ രാത്രി തിരിച്ചറിയേണ്ടത്, എൻ്റെ ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ്, ആ കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ണുകൾ എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ണുകൾ എൻ്റെ പിന്നാലെയുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. കർത്താവ് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും കർത്താവ് കാണുന്നു. ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. ഞാൻ ആകാശത്തിൽ ചെന്നാൽ അവിടെ കർത്താവിനെ കാണുന്നു. പാതാളത്തിലേക്ക് പോയാൽ കർത്താവ് അവിടെയുമുണ്ട്. സമുദ്രത്തിൽ വസിച്ചാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ അവിടെയുമുണ്ട്. ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇരുട്ട് പ്രകാശം പോലെയാണ്. എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കർത്താവ് എന്നെ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിൽ വേദനയോടെ ഇരുന്ന നഥാനിയേലിനെ കർത്താവ് കണ്ടു. നഥാനിയേൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു. അങ്ങ് ദൈവപുത്രനാ. പ്രിയമുള്ളവരെ, ഒരു കുഗ്രാമത്തിൽ ആരും കാണാതെ ഒരു മരത്തിന് ചുവട്ടിൽ വേദനയോടെ നിന്ന എന്നെ എൻ്റെ ദൈവം കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങ് സർവശക്തനാ, എല്ലാം കാണുന്നവൻ, അങ്ങെല്ലാം അറിയുന്നവൻ. കർത്താവേ, അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാം കാണുന്ന കർത്താവേ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ, ദുഃഖപീഠകളെ സമർപ്പിച്ച്, നൊമ്പരങ്ങളെ സമർപ്പിച്ച്, പരാജയങ്ങളെ സമർപ്പിച്ച്, കണ്ണുനീരിനെ സമർപ്പിച്ച്, അലച്ചിലുകൾ സമർപ്പിച്ച്, രോഗപീഠകൾ സമർപ്പിച്ച്, ഒറ്റപ്പെടലിനെ സമർപ്പിച്ച്, ആരും കാണാത്ത സ്വകാര്യ വേദനകളെ, ദുഃഖപീഠകളെ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുക. എല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ. തകർച്ചകൾ കാണുന്നുണ്ടല്ലോ കർത്താവേ, പാവവഴികൾ അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവേ, നൊമ്പരങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. സർവശക്തരുടെ മുമ്പിൽ, എല്ലാം കാണുന്ന കർത്താവിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നു. ഈ രാത്രിയിൽ ലോകത്തിൽ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, നിന്റെ ദൈവം, രാജാക്കന്മാരുടെ രാജാവ് യേശു ക്രിസ്തു നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. അത് അനുഗ്രഹിക്കാൻ വേണ്ടിയാ, അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയാ, കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടിയാ, അലച്ചിലുകൾ മാറ്റാൻ വേണ്ടിയാ, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടിയാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃദയവും നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. നമ്മുടെ യേശുവിന്റെ കണ്ണുകൾ, എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃദയവും നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ, നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. കരങ്ങൾക്ക് വിപരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ രാത്രിയിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു
ഞങ്ങളെ കാണാൻ, അതനുഭവിക്കാൻ, അവരുടെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി അവ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.